നരകമുണ്ടോ എന്ന് ചോദിക്കുന്നവനോട് ഉറക്കെ വിളിച്ചു പറയണേ ഉപ്പാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വത്തഖുന്നാറല്ലതീ ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ. കാഫിരീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയതാ നരകമെന്ന് പറയുന്നത്. എടാ നിസ്കരിക്കടാ എന്ന് പറയുമ്പോ ഞാൻ നിസ്കരിക്കില്ലെന്ന് പറയുന്ന സത്യനിഷേധികളായ അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് നരകമെന്ന് പരിശുദ്ധമായ ഖുർആൻ. സക്കാത്ത് കൊടുക്കണേ, അല്ലാഹു തന്ന സമ്പാദ്യത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കണേ, പള്ളിക്ക് വേണ്ടി ചെലവഴിക്കണേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിനെ മറന്നുപോയ ഉപ്പാ, വ്യഭിചരിക്കല്ലേ മനുഷ്യ, ഹറാമായ പെണ്ണുമായി സംസാരിക്കല്ലേ മനുഷ്യ. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിന്റെ ഭാര്യ നിന്റെ ഭർത്താവ് പ്രവാസ ജീവിതത്തിലാകുമ്പോ അന്യപുരുഷനുമായി ഹറാമിൽ ഏർപ്പെടരുതേ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ട് അല്ലാഹുവിനെ മറന്നുപോയവർക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് നരകമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. സത്യനിഷേധികൾക്ക് വേണ്ടി അല്ലാഹു നരകത്തെ തയ്യാറാക്കിയിരിക്കുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ നരകം എന്താണ് എന്ന് നമ്മൾ പഠിക്കണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ ഓതിയവർക്കറിയാം അല്ലാഹു എത്ര വ്യക്തമായിട്ടാണ് നരകത്തെ കുറിച്ച് പറയുന്നത്. നരകത്തിന് അല്ലാഹു ധാരാളം പേരുകൾ പറയുന്നുണ്ട്. പഠിച്ചു വെച്ച പ്രിയപ്പെട്ടവരെ, അവസാനം ഞാൻ ഈ സദസ്സിനോട് ചോദിക്കും, എത്ര പേരുകൾ നമ്മൾ നരകത്തെ കുറിച്ച് പറഞ്ഞു എന്ന്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നരകത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ ആദ്യമായി പറഞ്ഞ പേരെന്താ? അല്ലാഹുവേ, ഒരു ആയത്താണ്, യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദആ. അല്ലാ അല്ലാ, വല്ലാത്ത കടുപ്പമാണുപ്പാ. നരകമെന്ന് പറഞ്ഞാൽ വല്ലാത്ത കടുപ്പമാ. നാളെ ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. അല്ലാഹുവേ, ആ നരകത്തിന്റെ മുന്നിൽ അല്ലാഹു നമ്മളെ കൊണ്ട് നിർത്തുകയാ. എന്നിട്ട് അല്ലാഹു പറയുകയാ, ആ നരകത്തിന്റെ പേരാണ് ജഹന്നം എന്ന് പറയുന്നത്. എന്താ പ്രിയപ്പെട്ടവരെ ജഹന്നം എന്ന് പറഞ്ഞാൽ? അല്ലാഹുവേ, അന്ധകാര നിബിഡമായ കൂരിട്ടുള്ള നരകമാണ് ജഹന്നം എന്ന് പറയുന്നത്. അല്ലാഹുവേ, ഒരാളെയും തിരിച്ചറിയാൻ കഴിയില്ല, കണ്ണുകൊണ്ട് ഒരാളെയും കാണാൻ കഴിയില്ല. വേദനയുടെ ലോകമാ ഉപ്പാ. അല്ലാഹുവേ, ഞങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ. അപ്പൊ നരകത്തിന്റെ ഒന്നാമത്തെ പേര് ജഹന്നം എന്ന. ആരെയായി ജഹന്നമിലേക്ക് അല്ലാഹു വലിച്ചെറിയുന്നത്? അന്ധകാര നിബിഡമായ ജഹന്നമിലേക്ക് അല്ലാഹു വലിച്ചെറിയുന്നത് ആരെയാ? അല്ലാഹുവിന്റെ ഖുർആൻ അതിനും മറുപടി പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലദീനഹും ഫീ ഖൗലിൻ യൽഅബൂൻ. നിസ്സാരമായി കളിച്ചു നടക്കുന്നവനെയാ. അല്ലാഹുവിനെ ഓർക്കാതെ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻമാർ വിളിക്കുകയാ, ഹയ്യ അലസ്സലാ, മോനെ നിസ്കരിക്കാൻ പാടാ, അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ പാടാ, ഞാൻ വരില്ലെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, യുവസമൂഹമേ, നിന്നെ നാളെ അല്ലാഹു ജഹന്നമിലേക്ക് വലിച്ചെറിയുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുകയാ. അല്ലാഹുവേ, ജഹന്നമിലേക്ക് വലിച്ചെറിയുന്നത് അല്ലാഹുവിന്റെ താക്കീതുകളെ നിസ്സാരമായി കണ്ടവനെയാ. അല്ലാഹു നമ്മളെ ജഹന്നമിൽ നിന്ന് രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തെ പേരെന്താ? എന്താ ഒന്നാമത്തെ പേര്? ജഹന്നം. അല്ലാഹുവേ, വീണ്ടും അല്ലാഹു നരകത്തെ കുറിച്ച് പറയുകയാണ്. അല്ലാഹു പറഞ്ഞ നരകത്തിന്റെ രണ്ടാമത്തെ പേരാണ് ലള. രണ്ടാമത് അല്ലാഹു നരകത്തെ കുറിച്ച് പറയുകയാണ്. നരകമെന്ന് പറഞ്ഞാൽ ലള എന്നാ. എന്താ ലള? അല്ലാഹു തന്നെ പറയുകയാണ്, കല്ലാ ഇന്നഹാ ലള. അല്ലാഹുവിന് ലള എന്ന് പറയുന്ന നരകമുണ്ട്. ആ ലളയിലേക്ക് ഒരു വിഭാഗം ആളുകളെ അല്ലാഹു തയ്യാറാക്കിയിരിക്കുകയാ. എന്താ പ്രിയപ്പെട്ടവരെ ലള എന്ന് പറഞ്ഞാൽ? അല്ലാഹു വിശദീകരിക്കുകയാ, നസ്സാഅത്തൽ ലിശ്ശവാ.
അല്ലാഹുവേ വല്ലാത്ത അദാബ നസാഅത്തൽ ലിശവാ അല്ലാഹുവേ മനുഷ്യന്റെ തൊലിയുണ്ടല്ലോ അത് ഉരിഞ്ഞു പോകുന്ന ആ തൊലി ഉരിഞ്ഞു പോകുന്ന ശിക്ഷയാണ് ലള എന്ന് പറയുന്നത്. അല്ലാഹു ഉപയോഗിച്ച പദം ലിശവാ. That's 10 fun rainy day activities in the city. Where is that? ശവ എന്ന പദം നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് കേട്ടവരാണ്. ഷവായി ഷവായി ചിക്കൻ എന്ന് പറയുമല്ലോ. ഇന്ന് അൽഫാം, ഷവായി, മന്തി അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണല്ലോ. അപ്പൊ അള്ളാഹു നേരത്തെ പറഞ്ഞു കോഴി കറങ്ങുന്നത് പോലെ അള്ളാഹു നാളെ മനുഷ്യരെ കറക്കുമെന്ന്. അള്ളാഹുവേ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ആളുകളെ അള്ളാഹു നരകത്തിലിട്ട് കറക്കുകയാണ്. മലക്കുകൾ വല്ലാതെ ശിക്ഷ നൽകുന്ന ഒരു നരകീയ ലോകമാണ് ലള എന്ന് പറയുന്നത്. ആരെയാ അതിൽ അള്ളാഹു സുബ്ഹാനഹു തആല വലിച്ചെറിയുന്നത്? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഉമ്മാ തദൂമൻ അദ്ബറ വതവല്ലാ. സത്യമായ കാര്യങ്ങൾ നിന്നോട് പറയുമ്പോൾ ഈ കല്ലകുടയിലുണ്ടല്ലോ, ഇന്ന് മതപ്രഭാഷണം വെച്ചല്ലോ, അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞ സദസ്സല്ലേ, കുഞ്ഞുമക്കൾ നടത്തുന്ന സദസ്സല്ലേ, പണ്ഡിതന്മാര് പങ്കെടുക്കുന്ന സദസ്സല്ലേ, എന്നിട്ടും ഈ മഹനീയമായ സദസ്സിൽ വരാതെ ഹറാമിന്റെ മേഖലയിലേക്ക് കടന്നു പോകുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, അവരെയാണ് അള്ളാഹു നാളെ ലള എന്ന് പറയുന്ന നരകത്തിലേക്ക് വലിച്ചെറിയുന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ. മോനെ കള്ളു കുടിക്കല്ലടാ, MDMAക്ക് അടിമപ്പെടല്ലടാ എന്ന് അള്ളാഹുവിന്റെ ദീൻ പറയുമ്പോ എനിക്ക് ആ ദീൻ വേണ്ട, അള്ളാഹുവിന്റെ ഖുർആൻ വേണ്ട, ഇമാമിന്റെ വർത്തമാനം വേണ്ട എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന മനുഷ്യ, മോനെ നിന്നെയാ ലളയിലേക്ക് വലിച്ചെറിയുന്നതെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അള്ളാഹു നമുക്ക് ലളയിൽ നിന്ന് അള്ളാഹു നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ എന്നിട്ട് അതിലേക്ക് വീണ്ടും വലിച്ചെറിയുന്നത് ആരെയാണ്? അള്ളാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി പറയുകയാണ്, ഗല്ലകുടയിലെ മദ്രസയിലേക്ക് ഒരു ബെഞ്ച് വാങ്ങിച്ചു കൊടുക്കാൻ പള്ളിയിലെ ഉസ്താദ് പറയുമ്പോ നിനക്ക് ആവശ്യമായ സമ്പാദ്യമുണ്ടല്ലോ, അള്ളാഹു തന്ന സമ്പാദ്യമുണ്ടല്ലോ, പ്രിയപ്പെട്ട ഉമ്മമാരെ നിനക്ക് ഒരുപാട് സ്വർണ്ണാഭരണമുണ്ടല്ലോ, എന്നിട്ട് അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞു കൊടുക്കുന്ന പള്ളിക്ക് വേണ്ടി നിന്നോട് ചോദിച്ചിട്ട് നീ പിശുക്കത്തരം കാണിച്ച അള്ളാഹുവേ നിന്നെ നാളെ ശവായിയായി അള്ളാഹുവിന്റെ ലളയിലേക്ക് വലിച്ചെറിയുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുകയാ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ചില ഉസ്താദുമാര് കോളേജിന്റെ പിരിവിന് വേണ്ടി വരും. കോളേജിന്റെ പിരിവിന് വേണ്ടി ചില ഉസ്താദുമാര് ചെല്ലും. പ്രിയപ്പെട്ടവരെ, ചില ആളുകളുടെ വർത്തമാനം കേൾക്കുമ്പോ വല്ലാത്ത വേദനയുണ്ടാകും. അനുഭവസ്ഥനാ ഞാൻ മുമ്പ് സേവനം ചെയ്തിരുന്ന പള്ളിയിൽ 20 മുത്തഅല്ലിമീങ്ങളുടെ ഭക്ഷണത്തിനും ഹിഫ്ദുൽ ഖുർആൻ കോളേജിന് വേണ്ടിയും പലരെയും കാണാൻ പോയി. അവര് പറഞ്ഞ വർത്തമാനങ്ങൾ ഹൃദയത്തിൽ കൊള്ളുന്ന വർത്തമാന. എനിക്ക് വീട് വെക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദുമാർക്ക് വീട് വെക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയ്ക്ക് വീട് വെക്കാനോ അല്ല, അള്ളാഹുവിന്റെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചോദിക്കുമ്പോ മോശമായ വർത്തമാനങ്ങൾ പറയല്ലേ ഉപ്പ. അല്ലാഹു വെറുതെ വിടില്ല, അല്ലാഹു വെറുതെ വിടില്ല. നിന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ നീ സഹായിക്കണം. അതൊരു 10 രൂപയാണെങ്കിലും ബിസ്മില്ലാ. ഇനി അതിലെന്തെല്ലാം കള്ളത്തരങ്ങൾ ഉണ്ടെങ്കിലും നീ യതീമക്കളുടെ പേര് പറഞ്ഞ് കള്ളപ്രചരണം നടത്തി വ്യാജമായി സമ്പാദ്യം അത് കൈക്കലാക്കിയാൽ അവരും അള്ളാഹും തമ്മി ആകുമല്ലോ. നമ്മൾ അതിൽ ഇടപെടണ്ടല്ലോ. അള്ളാഹുവിലേക്ക് തവക്കലാക്കുക, നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ സഹായിക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, സമ്പാദ്യം നല്ലതിന് വേണ്ടി ചെലവഴിക്കണം.
പരിശുദ്ധമായ റമദാനൊക്കെ വരുന്നത്. നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ നിന്ന് ഒന്നും കുറയുന്നില്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹു വർദ്ധിപ്പിച്ചു തരത്തേ ഉള്ളൂ. കോഴുന്ന കിണറ്റിലെ വെള്ളമുള്ളൂ, അങ്ങനെയല്ലേ പരമക്കാർ പറയുന്നത്. നമ്മൾ എത്രത്തോളം വെള്ളം കോരുന്നോ അത്രത്തോളം വെള്ളം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് കൊടുക്കുന്ന കയ്യിലെ അള്ളാഹു സമ്പാദ്യം തരികയുള്ളൂ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നരകത്തിന്റെ രണ്ടുപേര് നമ്മൾ പറഞ്ഞു, ഒന്ന് ജഹന്നം, രണ്ടാമത്തത് ലളയാണ്. അല്ലാഹുവേ, വീണ്ടും അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലെ നരകത്തെ കുറിച്ച് പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ജഹീം എന്ന് അല്ലാഹു പരിചയപ്പെടുത്തുകയാ. നരകത്തിന്റെ ഒരു ഭാഗത്തെ അല്ലാഹു ജഹീം എന്ന് പരിചയപ്പെടുത്തുകയാ. അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാ, ജഹീം എന്ന് പറഞ്ഞ നരകമുണ്ട്. അതിലേക്ക് അല്ലാഹു പാപിയായ മനുഷ്യനെ വലിച്ചെറിയുകയാ. ആ ജഹീമിനെ കാണുമ്പോൾ അല്ലാഹുവേ ചില ആളുകൾ പറയുകയാണ്, വലം അദ്രി മാ ഹിസാബി. ഈ ജഹീമിനെ അല്ലാഹു കൊണ്ടുവരുമ്പോ ചില ആളുകൾ പറയുമത്ര, ദുനിയാവിൽ വെച്ച് എന്റെ കണക്കെന്താണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലാഹുവേ ഞാൻ ചെയ്ത അപരാധങ്ങൾക്ക് ഇത്ര വലിയ ശിക്ഷയാണ് എനിക്കുള്ളതെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ. ആ മനുഷ്യൻ പറയാ, വലം അദ്രി മാ ഹിസാബി. ഞാൻ നിസ്കരിക്കാതെ നടന്നതിന് ഇത്ര വലിയ ശിക്ഷയാ, ഞാൻ സക്കാത്ത് കൊടുക്കാതെ നടന്നതിന് ഇത്ര വലിയ ശിക്ഷയാ, ഞാൻ കള്ള് കുടിച്ച് നടന്നതിന് ഇത്ര വലിയ ശിക്ഷയാ എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അല്ലാഹുവേ ഞാൻ നന്നായേനെ എന്ന് ആ മനുഷ്യൻ പറയുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, മനുഷ്യൻ പറയുമത്രേ ജഹീമിനെ കാണുമ്പോൾ, അല്ലാഹുവേ എന്തൊരു നരകമാ, എന്തൊരു വേദനയാ റബ്ബേ, ഇത് ഇത്രത്തോളം വേദനയുള്ളതാണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തെറ്റുകൾ ചെയ്യില്ലായിരുന്നല്ലോ റബ്ബേ എന്ന് മനുഷ്യൻ പറയുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയാം. വീണ്ടും അല്ലാഹു പറയുകയാണ്, അല്ലാഹുവേ ജഹീമിനെ കാണുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മ, ഹറാം ചെയ്യുന്ന ഉപ്പ, മാറി ചിന്തിക്കാൻ തയ്യാറാകണേ. അല്ലാഹുവേ ആ മനുഷ്യൻ പറയാ, യാ ലൈതഹാ കാനത്തിൽ ഖാളിയാ. അല്ലാഹുവേ, മരണം കൊണ്ട് എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ അല്ലാ, ഞാൻ വിചാരിച്ചു മരണത്തിനാണ് വലിയ വേദനയെന്ന്. അസ്റായീൽ ചാരത്ത് വന്ന് എന്റെ റൂഹ് പിടിക്കുമ്പോ എന്റെ മരണവേദനയാണ് ഏറ്റവും വലിയ വേദനയെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അല്ലാഹുവേ, ആ മരണവേദന കൊണ്ട് ഒരു വേദനയല്ല അല്ലാ എന്ന് ആ മനുഷ്യൻ പറയുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. യാ ലൈതഹാ കാനത്തിൽ ഖാളിയാ. എന്നിട്ട് മനുഷ്യൻ പറയാ, ഞാൻ ഒരുപാട് സമ്പാദ്യമുള്ളവനാ, എനിക്ക് ബെൻസ് കാറുണ്ട്, എനിക്കൊരുപാട് ഏക്കർ സ്ഥലമുണ്ട്, കർണാടകയിലെ കല്ലഗുഡയിൽ ഒരുപാട് പ്രദേശം എന്റെ ആയിരുന്നുവല്ലോ, പള്ളിക്ക് വേണ്ടി ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ലല്ലോ, പാവപ്പെട്ട യതീമക്കളെ സഹായിക്കാൻ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ലല്ലോ. അല്ലാഹുവേ, എന്റെ മുന്നിലൂടെ ഒരു ക്യാൻസർ രോഗി കടന്നുപോയിട്ട് ആ ചികിത്സയ്ക്ക് വേണ്ടി എന്നോട് ചോദിച്ചിട്ട് അല്ലാഹുവേ ഞാൻ ഒരു രൂപ പോലും കൊടുത്തില്ലല്ലോ. അല്ലാ, എന്റെ സമ്പാദ്യം എനിക്ക് പ്രയോജനം ചെയ്തില്ലല്ലോ അല്ലാ എന്ന് ആ മനുഷ്യൻ പറയുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. മാഗ്നി അന്നി മാലിയാ, മാഗ്ന അന്നി മാലിയാ. എന്റെ സമ്പത്ത് എനിക്ക് ഉപകാരം ചെയ്തില്ലല്ലോ അല്ലാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഓരോ കാര്യങ്ങളും മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് അള്ളാഹുവിന്റെ നരകത്തെ കാണുമ്പോ ആ മനുഷ്യൻ പറയാ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമ്പാദ്യം എന്ന് പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് നഷ്ടമാകാം. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് സമ്പാദ്യം കൊടുക്കും. ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദേ എന്നും പ്രയാസമാ, എന്നും വേദനയാ, എന്റെ റബ്ബ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുകയാണോ?
അല്ലാഹുവേ കടം കൊണ്ട് ഞാൻ പ്രയാസത്തിലായി, നിരാശപ്പെടേണ്ട ഉപ്പ, നിരാശപ്പെടേണ്ട ഉമ്മ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്താ? ഇന്നല്ലാഹ മഅൽ ഉസ്രി യുസ്റാ. അല്ലാഹു ഇന്നൊരു പ്രയാസം തന്നെങ്കിൽ നാളെ അല്ലാഹു ഒരു എളുപ്പം തരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് രോഗമാണെങ്കിൽ അല്ലാഹു നാളെ രോഗശമനം തരും. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരെ അല്ലാഹു പരീക്ഷിക്കുകയുള്ളൂ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ രാത്രി ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തു വന്നപ്പോ വല്ലാതെ വേദനിക്കുന്ന ഒരു സംഭവം കാണുകയുണ്ടായി. വാങ്ങൂ, വരൂ വരൂ. ഇത് നോക്കൂ, മെസ്സേജ് പറയുന്നു വീഡിയോ ലൈക്ക്. നമ്മുടെ ഒന്നും പ്രശ്നങ്ങൾ ഒരു പ്രശ്നമല്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹു എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് തന്നു, ആ അനുഗ്രഹങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഞാനും എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഷാനവാസ് സാഹിബ് ഞങ്ങൾ ഇങ്ങനെ ട്രെയിൻ യാത്രയില, രാത്രിയായി. അപ്പൊ ഒരു ഉമ്മയും മകനും ഞങ്ങളുടെ തൊട്ടുതാരെ ഒരു ബെർത്തിൽ കിടന്നുറങ്ങുകയാണ്. ഏകദേശം മലപ്പുറം എത്താറായപ്പോ വേറെ കുറച്ച് ആളുകൾ ട്രെയിനിൽ കയറി. ആ ഉമ്മയും ആ മകനും അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പൊ അവരുടെ ഭർത്താവ് ഇങ്ങനെ വന്നു. അപ്പൊ അവർക്ക് കടക്കാൻ ബർത്തില്ല. അപ്പൊ ഞങ്ങള് അവരോട് ഇങ്ങനെ ചോദിച്ചു, അല്ലാഹുവേ അവരെവിടെ പോയിട്ട് വരുവാ? തിരുവനന്തപുരം ജില്ലയിലെ ക്യാൻസറിന് ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിൽ പോയി ആ മകന്റെ ഡയാലിസിസ് കഴിഞ്ഞിട്ട് വരിക. എന്തൊരവസ്ഥയാ! 9 വയസ്സേ ഉള്ളൂ, 9 വയസ്സേ ഉള്ളൂ. ആ പൊന്നുമോന്റെ അവസ്ഥ കണ്ടപ്പോ അല്ലാഹു നമുക്കൊക്കെ തന്ന അനുഗ്രഹങ്ങൾ, അല്ലാഹുവേ, അല്ലാഹു എത്ര വലിയവനാ. അല്ലാഹ് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ ആ മോന് പരിപൂർണമായും അല്ലാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അൻഫാൽ എന്ന് പറയുന്ന 9 വയസ്സ് മാത്രം പ്രായമുള്ള ആ പൊന്നോമന മകൻ അല്ലാഹ് നീ ശമനം കൊടുക്കണേ പടച്ചവനെ. നിന്റെ ശമനമല്ലാതെ മറ്റൊരു ശമനമില്ല റബ്ബേ. അല്ലാഹുവേ ആ പൊന്നുമോന് നീ ശമനം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്കാർക്കും നീ മാരകമായ രോഗം തരല്ല റബ്ബേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അഹങ്കരിക്കാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഇന്ന് നമ്മുടെ സ്വാഗത പ്രാസംഗികനായ ഉസ്താദ് ഒരു പണ്ഡിതന്റെ കാര്യം പറഞ്ഞല്ലോ. പല വേദികളിലും പ്രഭാഷണം നടത്തിയ അൽ ഹാഫിദ് മസ്ഊദ് സഖാഫി, അല്ലാഹുവേ വലിയ പണ്ഡിതൻ. മുഖത്ത് തന്നെ എന്തൊരു പ്രഭയാണ്, എന്തർത്ഥവത്തായ വർത്തമാനങ്ങളാണ് പറയുന്നത്. അല്ലാഹുവേ ആ പണ്ഡിതൻ തലേ ദിവസം ഇതുപോലൊരു പ്രഭാഷണ വേദിയിൽ പ്രഭാഷണം നടത്തി വീട്ടിലേക്ക് പോവുകയാ. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. കുഞ്ഞുമക്കളെ താലോലിക്കുന്നത്, ഭാര്യയുമായി സല്ലപിക്കുന്നത്. അല്ലാഹുവേ പെട്ടെന്ന് അല്ലാഹുവിന്റെ അജല് വന്നു. അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ പ്രിയപ്പെട്ട പണ്ഡിതന്റെ റൂഹ് അങ്ങ് കൊണ്ടുപോയി. അല്ലാഹു പരിപൂർണമായും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് മരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നല്ലതിനു വേണ്ടി ചെലവഴിക്കണം, അല്ലാഹുവിന് വേണ്ടി കൊടുക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ വീണ്ടും മനുഷ്യന്റെ ഖേദം, ആ മനുഷ്യന്റെ വേദന. അല്ലാഹുവേ ജഹീം എന്ന് പറഞ്ഞ നരകത്തെ കാണുമ്പോൾ ആ മനുഷ്യൻ പറയുകയാ, ഹലക അന്നി സുൽത്താനിയാ. അല്ലാഹുവേ ഞാൻ പള്ളിയിലെ പ്രസിഡന്റ് ആയിരുന്നല്ലോ അല്ലാ, ഞാൻ പള്ളിയിലെ സെക്രട്ടറി ആയിരുന്നല്ലോ അല്ലാ, ഞാൻ ഒരുപാട് ഇമാമിങ്ങളുടെ കണ്ണിനെ നനയിപ്പിച്ച പ്രവർത്തനങ്ങൾ ചെയ്തല്ലോ അല്ലാ. അല്ലാഹുവേ എന്റെ അധികാരം നിനക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചില്ല അല്ലാ. ഞാൻ മുഖ്യമന്ത്രിയായിരുന്നു, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, ഒരു നാട്ടിന്റെ തന്നെ ഞാൻ ഒരു ഭരണാധികാരിയായിരുന്നു. അല്ലാഹുവേ എന്റെ അധികാരം ഞാൻ മോശത്തരത്തിന് വേണ്ടി ചെലവഴിച്ചവനാ എന്ന് നാളെ അല്ലാഹുവിന്റെ മുന്നില് ആ മനുഷ്യൻ പറയുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയാ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളി പരിപാലനം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് ചില പള്ളി പരിപാലിക്കുന്ന സഹോദരങ്ങൾ സ്നേഹത്തോടു കൂടി പറയാ, പള്ളി പരിപാലനം ഇന്ന് എലക്ഷൻ സംവിധാനമായി മാറിയിരിക്കുക. പല പള്ളികളിലും ഇലക്ഷൻ സംവിധാനം ഒരു രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കുന്നത് പോലെയാണ് പള്ളിയിലെ അധികാരം പിടിച്ചെടുക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളി പരിപാലനം എന്ന് പറയുന്നത് അതൊരു അമാനത്താണോ? അല്ലാഹു വെറുതെ വിടില്ല. അതിൽ സൂക്ഷ്മത കാണിച്ചില്ലെങ്കിൽ അല്ലാഹു വെറുതെ വിടില്ല. അതിന്റെ ഓരോ പൈസയ്ക്കും അല്ലാഹുവിന്റെ മുന്നില് നാളെ കണക്കുകൾ ബോധിപ്പിക്കണം. അല്ലാഹുവേ എത്രയോ പള്ളികളിൽ എത്രയോ സഹോദരങ്ങൾ വർഷങ്ങളോളം
പള്ളി പരിപാലിക്കും, പക്ഷേ ആ പള്ളിയുടെ മൂത്രപ്പര പോലും നേരെ ചൊവ്വെ പണിയാൻ ചില പള്ളി പരിപാലനക്കാർക്ക് സാധിക്കുന്നില്ല. രംഗത്തേക്ക് ഇറങ്ങാൻ കഴിവുള്ളവൻ മാത്രമേ പള്ളി പരിപാലിക്കാൻ മുന്നോട്ട് വരാവൂ. പലരെയും കാണാനും സമയം ചെലവഴിക്കാനും പള്ളിക്ക് വേണ്ടി സംസാരിക്കാനും കഴിവുള്ളവർ മാത്രം വേണം പള്ളി പരിപാലിക്കാൻ മുന്നോട്ട് വരേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ചില പള്ളി പരിപാലനക്കാർ ഉസ്താദുമാരെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഒരു പള്ളി പരിപാലന കമ്മിറ്റിയായി മാറിയോ എന്ന് ചിന്തിക്കേണ്ട കാലഘട്ടമാണ്. ഇന്ന് യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാൻ കഴിയുന്നില്ലല്ലോ. പരിശുദ്ധമായ ദീനിനെ തുറന്നു പറയാൻ കഴിയാത്ത വിധത്തിൽ ചില പള്ളി പരിപാലനക്കാർ ഉസ്താദുമാരെ ബുദ്ധിമുട്ടിക്കുകയാ. എന്നാലും ചില പണ്ഡിതന്മാരുണ്ട് ആർജവത്തോടുകൂടി ഇതാണ് ദീൻ എന്ന് പറഞ്ഞുകൊണ്ട്, അള്ളാഹുവാണ് റിസ്ക് തരുന്നതെന്ന് ആത്മാഭിമാനത്തോടുകൂടി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ സുന്ദരമായി അവതരിപ്പിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അധികാരം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ ആ അധികാരത്തിൽ സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിക്കണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയാ. അധികാര ദുർവിനിയോഗം നടത്തുന്നവനെയാണ് അള്ളാഹു നാളെ ജഹീമിലേക്ക് വലിച്ചെറിയുന്നതെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയാ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, വീണ്ടും അല്ലാഹു ആ ജഹീമിന്റെ അടുക്കൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഖുർആനിലൂടെ പറയാ. ഈ മനുഷ്യൻ പറയുമല്ലോ, അല്ലാഹുവേ മരണമാണ് അവസാനമെന്ന് ഞാൻ വിചാരിച്ചു. അല്ലാഹുവേ എന്റെ സമ്പാദ്യം ഞാൻ മോശത്തരത്തിന് വേണ്ടി ചെലവഴിച്ചു. എന്റെ അധികാരം ഞാൻ ദുർവിനിയോഗം നടത്തി എന്ന് ആ മനുഷ്യൻ പറയുമ്പോ അല്ലാഹു പറയുന്നു, ഉപ്പാ അല്ലാഹു മലക്കുകളോട് പറയുകയാ, അല്ലയോ മലക്കുകളെ, അവനെ വിടരുതേ, അവനെ വിടരുതേ എന്ന് അല്ലാഹു പറയാ. അവൻ ഒരുപാട് ആയത്ത് കേട്ടവനാ, ഒരുപാട് പ്രഭാഷണ സദസ്സിൽ പങ്കെടുത്തവനാ, യാഥാർത്ഥ്യങ്ങൾ അവന്റെ മുന്നിൽ അവതരിപ്പിച്ചതാ. അവൻ അല്ലാഹുവിനെ മറന്നുപോയവനാ. അവനെ ബന്ധിക്കും മലക്കുകളെ എന്ന് പറയാ. ഇശാ മഗ്രിബിന്റെ സമയത്ത് സിനിമാ ലോകത്തിലേക്ക് കടന്നു പോയവളാ. അല്ലാഹുവിന് വേണ്ടി ഒരു തസ്ബീഹ് പോലും ചെല്ലാത്തവളാ. ശഅബാൻ വന്നിട്ട് ഒരു തസ്ബീഹ് ആത്മാർത്ഥമായി പറയാത്തവളാ. റമളാൻ വരുന്നുണ്ടെന്നറിഞ്ഞിട്ട് പോലും നിസ്കാരം കൃത്യമായി നിർവഹിക്കാത്തവനാ. അതുകൊണ്ട് വിടല്ല മലക്കുകളെ എന്ന് അല്ലാഹു പറയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. എന്നിട്ടോ അല്ലാഹുവേ പടച്ചവരെ, എന്തൊരു അദാബാ. ആ ജഹീമാകുന്ന നരകത്തിന്റെ മുന്നിലേക്ക് ആ മനുഷ്യനെ കൊണ്ടുവരികയാ. സുമ്മൽ ജഹീമ സല്ലൂ, തിളക്കുന്ന ദ്രാവകമുണ്ട് ഉപ്പാ. ഇന്ന് സൂര്യനൊന്ന് വല്ലാതെ കടുത്തുപോയപ്പോ എന്തൊരു ചൂടാണെന്ന് പറയുന്ന 2-3 AC വെച്ചാൽ പോലും ചൂടിനൊരു ശമനം കിട്ടുന്നില്ലല്ലോ. അല്ലാഹുവേ, ജഹീം എന്ന് പറഞ്ഞ നരകത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുക. എന്നിട്ടോ റബ്ബേ, ആ മനുഷ്യന്റെ പിരടിയിലേക്ക് അല്ലാഹു ചുട്ടുപൊള്ളുന്ന ദ്രാവകമൊഴുക്കുമുപ്പാ. വല്ലാത്ത വേദനയാകുപ്പാ. ഒരു ചെറിയ തീ നമ്മുടെ ശരീരത്തിലൊന്ന് തട്ടിയാൽ, ഒരു തീപ്പെട്ടിയുടെ ഒരു കമ്പുരയ്ക്കുമ്പോ അതിന്റെ ഒരു തീ നമ്മുടെ ശരീരത്തിലൊന്ന് തട്ടിയാൽ എന്തൊരു വേദനയാകുമ്മ. അന്നരമാണ് അല്ലാഹുവേ ചുട്ടുപൊള്ളുന്ന ദ്രാവകമുണ്ടല്ലോ, ആ മനുഷ്യന്റെ പിരടിയിലേക്ക് അല്ലാഹു ഒഴിച്ചു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യണം. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വല്ലാത്ത അദാബ നരകം എന്ന് പറയുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ 3 പേര്, നരകത്തിന്റെ 3 പേരുകൾ പറഞ്ഞു, 3 അവസ്ഥകൾ നമ്മൾ ചർച്ച ചെയ്തു. വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുകയാ, ഞാനും നിങ്ങളും പതിവായി കേൾക്കുന്ന ഒരു അധ്യായമുണ്ടുപ്പാ. പരിശുദ്ധമായ ഖുർആനിൽ ഞാനും നിങ്ങളും കേട്ട ഒരു അധ്യായമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുന്നു, ഉമ്മാ വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസാ الذي جمع مالا وعددا يحسب أن ماله أخلدا كلا لينبذن في الحطمة
അല്ലാഹു പറഞ്ഞ നരകത്തിന്റെ മറ്റൊരവസ്ഥയാ ഉപ്പ. ഹുത്തമ എന്ന് പറഞ്ഞ നരകമുണ്ട് ഉമ്മ, വല്ലാത്ത നരകമാ ഉപ്പ. ഹുത്തമ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? തകർത്ത് കളയുന്നതെന്നാ. അല്ലാഹുവേ, ഹുത്തുമയിലേക്കൊരു മനുഷ്യനെ വലിച്ചെറിഞ്ഞാൽ അവന്റെ കൈകാലുകൾ ചിതറിപ്പോവുകയാ, അവന്റെ തലച്ചോറ് ചിതറുകയാ, അവന്റെ തലയോട്ട് ചിതറുകയാ, അവന്റെ ആമാശയും ചിതറുകയാ. അല്ലാഹുവേ, അങ്ങനെയുള്ള ഹുത്തമ എന്ന് പറഞ്ഞ നരകമുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയാ ഉപ്പാ. എന്നിട്ട് ये तो कमाल का पत्ता खोला है बाबा जी ने। बहुत बड़ा और काइया किस्म का आदमी है ये बाबा। ഖുർആൻ പറയാ ഉപ്പാ. എന്നിട്ട് അല്ലാഹു പറയാ, വൈലുൽ ലികുല്ലി ഹുമസത്തുൽ ലുമസ. ഉമ്മമാരെ സൂക്ഷിക്കണേ, നാവിന് ഇന്ന് തന്നെ വിലങ്ങിടണേ. ഉപ്പമാരെ പരദൂഷണം പറയല്ലേ, പള്ളിയിലെ ഉസ്താദുമാരെ കുറിച്ച് മോശത്തരം പറയല്ലേ. അതിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ, ഒരു മനുഷ്യനിൽ നിന്ന് സംഭവിച്ചതാണെങ്കിൽ നിന്റെ നാവ് കൊണ്ട് അരുതാത്തത് പറയല്ല ഉപ്പാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. കുത്തുവാക്ക് പറയുന്നവനാരാ? ഒരു സഹോദരന്റെ പച്ചമാംസം തിന്നവനാരാ? ഒരു സഹോദരിയെ കുറിച്ച് മോശമായി പറഞ്ഞത് ആരാ? വിടില്ല ഉപ്പാ, വിടില്ല ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. കുത്തുവാക്ക് പറയുന്നവരെ അല്ലാഹുവിന്റെ നരകമുണ്ടെന്ന് പറയാ. എന്നിട്ട് അല്ലാഹു ആയത്തിലൂടെ പലതും പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, മനുഷ്യ കല്ലാല യുംബദന്ന ഫിൽ ഹുതമാ. മോനെ, അല്ലാഹുവിന് ഒരു നരകമുണ്ടടാ ചെറുപ്പക്കാരാ, അതിന്റെ പേരാണ് ഹുതമ എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയാ, വമാ അദ്റാക മൽ ഹുതമ. മോനെ, എന്താടാ ഹുതമ? നീ ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അല്ലാഹു ചോദിക്കുന്ന ഹുതമ എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയുന്നു, നാറുല്ലാഹി മൂഖദ. അല്ലാഹുവിന്റെ തീയാണ്, അല്ലാഹുവിന്റെ തീ കൊണ്ട് നിറക്കപ്പെട്ടതാണ്. മനുഷ്യന്റെ അവയവങ്ങളെ ചിഹ്നിച്ച് തെറിപ്പിക്കുന്ന നരകമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, അല്ലതീ തത്വലി അലൽ അഫ്ഇദാ. ഹുതമയിലേക്കൊരു മനുഷ്യൻ വീണുപോയാൽ അവന്റെ ഹൃദയമുണ്ടല്ലോ, പച്ചയായ അവന്റെ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയത്തിലേക്ക് തീയങ്ങ് ആളിപ്പടരുകയാ. വല്ലാത്ത വേദനയാകും. അതുകൊണ്ട് നരകത്തെ കുറിച്ചൊരു ചിന്ത വേണേ. അല്ലാഹുവേ, നരകമില്ലെന്ന് പറയല്ലേ. ഉസ്താദുമാര് പറയുന്ന കെട്ടുകഥയാണെന്ന് പറയല്ലേ. എക്സ് മുസ്ലിമീങ്ങൾ പറയുന്നത് പോലെ സഹോദരിമാരെ നരകമില്ലെന്ന് വിചാരിക്കല്ലേ. അല്ലാഹുവിന്റെ മുന്നിൽ നാളെ നരകത്തെ കൊണ്ടുവരികയാ. അന്നാ മോനെ, നീ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. അല്ലാഹുവേ, ഇന്ന് സ്കൂൾ കലാലയങ്ങളിൽ എന്താ നടക്കുന്നത്? നമ്മുടെ മക്കൾക്ക് ദീനില്ലല്ലോ, നിസ്കാരമില്ലല്ലോ, ശരിയായ നിലയിൽ ഔറത്ത് മറയ്ക്കുന്നില്ലല്ലോ. ഇന്ന് പല ക്യാമ്പസുകളിലും ഗുണ്ടായിസമാണല്ലോ. നിങ്ങൾ അറിഞ്ഞവരല്ലേ, കോട്ടയം എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു ജില്ലയാ. അവിടെ പൊന്നോമന മക്കള് പഠിക്കുകയാ. അല്ലാഹുവേ, മാതാപിതാക്കളുടെ പൊന്നോമന മക്കളാ, അവരുടെ സ്വപ്നങ്ങളാ. ഒരു ചെറുപ്പക്കാരനായ 18 വയസ്സ് മാത്രം പ്രായമുള്ള, ഒരുപാട് പ്രതീക്ഷകളോടുകൂടി പഠിക്കാൻ പറഞ്ഞയച്ചല്ലോ. ഇന്ന് റാഗിങ്ങല്ലേ, മോശത്തരങ്ങൾ ചെയ്യുകയല്ലേ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മക്കളോട് പറയണം, മോനെ അല്ലാഹ ഓർക്കണേടാ മോളെ, അല്ലാഹ മനസ്സിലാക്കണേ, നിസ്കരിക്കണേ മോളെ, അല്ലാഹുവിനെ ഖുർആനെന്ന് പാരായണം ചെയ്യണേ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു പിതാവിന്റെ ഉത്തരവാദിത്തമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ. സത്യവിശ്വാസികളെ, പിതാക്കന്മാരോട് പറയാ, മനുഷ്യ, നരകത്തെ തൊട്ട് നീ നിന്റെ ശരീരത്തെ കാക്കണേ
മനുഷ്യ, നിന്റെ അഹലുകാരുണ്ടല്ലോ, പിതാക്കന്മാരോട് പറയാ, എന്നോടും നിങ്ങളോടും പറയാ, നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തെ നിങ്ങൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ, നിങ്ങളുടെ പൊന്നോമന മക്കളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ. എന്നിട്ട് അല്ലാഹു പറയുന്നു, മനുഷ്യ വഖൂദുഹൻ നാസ് വൽ ഹിജാറ, അല്ലാഹുവേ നാളെ നരകത്തിലിട്ട് കത്തിക്കുന്നതാരെയാ? നാളെ നരകത്തിലിട്ട് അല്ലാഹു കത്തിക്കുന്നതാരെയാ? മനുഷ്യനെയും കല്ലുകളെയുമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയാ. അല്ലാഹുവേ നിന്ന് കത്തുകയാ, ഒരു കല്ല് കത്തിയാൽ എന്ത് വേദനയാ റബ്ബേ. ഒരു കല്ല് കത്തുമ്പോൾ അതിന്റെ ചൂടെന്താണെന്ന് അറിയണമെങ്കിൽ അല്ലാഹുവേ കല്ല് ചൂടാക്കുന്ന കട്ടച്ചൂളകളിൽ നിങ്ങളൊന്ന് കടന്നു ചെല്ലണം പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള കല്ലുകളെയും മനുഷ്യരെയുമാണ് അല്ലാഹു നാളെ കത്തിക്കുന്നതെന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് മക്കളുടെയും ഭാര്യയുടെയും വിഷയത്തിൽ പിതാക്കന്മാരാകുന്ന നമ്മൾ കുറെ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഭാര്യയോട് പറയണം, മോളെ നിനക്ക് ചെലവ് തരുന്നത് ഞാനാ, അതുകൊണ്ട് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വസ്ത്രമേ നീ ധരിക്കാവൂ, അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യണേ എന്ന് ഭാര്യയോട് പറയല് ഭർത്താവിന്റെ ഉത്തരവാദിത്തമാ. ഇന്ന് ഭർത്താവിന് നിസ്കാരമില്ലല്ലോ, കൂടെ കിടക്കുന്ന ഭാര്യക്ക് നിസ്കാരമില്ലല്ലോ. തണുപ്പുള്ള എത്രയോ രാത്രികളിൽ അല്ലാഹുവിനെ മറന്നുപോയി മനുഷ്യ, എത്രയോ സുബഹി നമസ്കാരം കളാക്കിയവരാ. അല്ലാഹുവിന്റെ മുന്നിൽ സമാധാനം പറയണ്ട്. അല്ലാഹുവേ, പ്രായമുള്ള ആളുകൾ തപ്പിത്തടഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് പോകുമ്പോ നിന്റെ കണ്ണിന് ആരോഗ്യമുണ്ട്, നിന്റെ കാലിന് ആരോഗ്യമുണ്ട്, നിന്റെ കൈക്ക് ആരോഗ്യമുണ്ട്. അല്ലാഹുവിനെ മറന്നില്ല ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ മുന്നിൽ സമാധാനം പറയണ്ടേ. അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ നരകത്തെ ഓർത്ത് ഒരു കണ്ണുനീര് നീ വീഴ്ത്തിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ നമ്മളെ ഹുത്തമയെ കുറിച്ച് പറഞ്ഞു. വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, അല്ലാഹു ഒരു നരകത്തെ കൂടി പരിചയപ്പെടുത്തുകയാ, നരകത്തിന്റെ ഒരു താഴ്വര കൂടി അല്ലാഹു പരിചയപ്പെടുത്തുകയാ. അല്ലാഹു പറയുകയാണ്, വഅമ്മാമൻ ഖഫ്ഫത് മവാസിനുഹു ഫഉമ്മുഹു ഹാവിയാ. അല്ല പറയാ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ നരകമാണ് ഹാവി എന്ന് പറയുന്നത്. ആർക്കാണ് ഹാവിയ? ആരെയാണ് ഹാവിയിലേക്ക് അല്ലാഹു വലിച്ചെറിയുന്നത്? അല്ലാഹുവേ, നന്മകൾ കുറഞ്ഞു പോയവരാ, നിസ്കാരമില്ലാത്തവനാ. ഒരു സൂറത്ത് ഓതിയാൽ തന്നെ രക്ഷപ്പെടുമായിരുന്നല്ലോ, ഒരു ഇഖ്ലാസ് എന്ന് പാരായണം ചെയ്താൽ രക്ഷപ്പെടുമായിരുന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞില്ലേ, മൻ ഖറഅ ഖുൽ ആരെങ്കിലും ഒരാൾ ഖുൽ ഹുവല്ലാഹ് എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് 10 മർറാത്ത് അവൻ 10 പ്രാവശ്യം പാരായണം ചെയ്താൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, മോനെ നിനക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം തരാമെന്ന് അല്ലാഹ് പറഞ്ഞില്ലേ? എന്നിട്ടൊരു ഇഖ്ലാസ് പോലും ഓതാതെ തിന്മകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ച് അല്ലാഹുവിന്റെ കോടതിയിലെത്തുന്നവർക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയാണ്, നരകമാണ് ഹാവി എന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു മനസ്സിലാക്കി